ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊൽഹത്താണ്, റോയൽ കസ്റ്റമേഴ്സ് കാവനൂർ. ഇന്ന് ഞാൻ ഈ വീഡിയോ പ്രധാനപ്പെട്ട് എടുക്കാനുള്ള കാരണം, മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ചെറിയൊരു എക്സ്പീരിയൻസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നൊരു കസ്റ്റമർ വന്നു, ഒരു വണ്ടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. 2018 വണ്ടി വരുന്നത്, സ്റ്റാൻഡേർഡ് വണ്ടി. അപ്പോൾ വണ്ടി നമ്മളടുത്ത് ചെക്ക് ചെയ്യാൻ കൊണ്ടുവന്നതാണ്, വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വില ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 1.10 ചോദിച്ചത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കുക, ഈ വണ്ടി ഇറങ്ങുന്ന സമയത്തായി 1.15, 1.20, 1.30 സമയത്ത് വില ഉണ്ടായിരുന്നുള്ളൂ വണ്ടിക്ക്. അപ്പൊ ആ ഒരു വില തന്നെയാണ് ഇപ്പോഴും ആ ഒരു മാർക്കറ്റിൽ വണ്ടിക്ക് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയൊന്നും വില മുടക്കിയിട്ട് ഒരിക്കലും 2017, 2018 വണ്ടി ഒന്നും മോഹവിലോടുത്ത് എടുക്കരുത്. കാരണം നിങ്ങൾ ആ ഒരു വണ്ടി എടുക്കുമ്പോൾ, പിന്നെ ഒരു BS6 വണ്ടി എടുക്കുന്ന സമയത്ത് BS6 വണ്ടിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഫ്യൂൽ FI വണ്ടിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓടിക്കാനുള്ള സ്മൂത്ത്നെസ്സും മൈലേജും തന്നെയാണ്. അപ്പൊ ഇത്രയും വില ഒരു സാധാരണ മാർക്കറ്റ് റേറ്റിനേക്കാൾ 20-30,000 രൂപ കൊടുത്തൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ, ആ 20,000 മതി നിങ്ങൾക്ക് വണ്ടി അത്യാവശ്യം സമയത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കാം. BS6 വണ്ടി എടുത്താൽ ഒരു ECM ആണേലും ടോട്ടൽ ബോഡി ആണേലും മാറ്റേണ്ട അവസ്ഥ വന്നാലും അത് മാറ്റി കൊണ്ടെടുക്കാൻ അങ്ങനെ എക്സ്ട്രാ കൊടുക്കുന്ന ഈ പൈസ മതി കേട്ടോ. നമ്മൾ അതേമാതിരി BS6 വണ്ടികൾക്ക് 2020 അല്ലെ 2021 1.35, 1.40 ചോദിക്കുന്ന കച്ചവടക്കാരുണ്ട്. നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കുക. കസ്റ്റമറോട് ഇവർ മാക്സിമം വില താഴ്ത്തിയിട്ട് എടുക്കുള്ളൂ. ഇവരൊരു വണ്ടിന്റെ മുകളിൽ തന്നെ 30,000, 40,000 മാർജിനിട്ട് കൊടുക്കാൻ തുടങ്ങി നമുക്ക് എന്ത് പറയാനാ? എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചിട്ട് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വല്ലാതെ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഒരുവിധ ആളുകൾക്ക് സ്വപ്ന വാഹനമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു യൂസ്ഡ് മാർക്കറ്റിൽ വില കുറഞ്ഞ രീതിയിൽ ഒരു വാഹനം എടുത്ത് ഉപയോഗിക്കാം എന്നുള്ള ഒരു രീതിയിൽ കുറച്ച് പൈസ ഒപ്പിച്ചിട്ട്, അല്ലെ കുറച്ച് ക്യാഷൊക്കെ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പൈസ എടുത്തു വെച്ച് ഒരു ബുള്ളറ്റ് വാങ്ങാൻ ആഗ്രഹത്തോട് പോകുന്ന സമയത്ത് ലോൺ പാസ്സാക്കാം എന്നുള്ള അടിസ്ഥാനത്തിലേക്ക് ഇവർ വണ്ടിക്ക് വല്ലാതെ ഹൈപ്പിൽ വില ചോദിക്കുന്നത്. അപ്പം നമ്മൾ പോകുന്ന ആളുകളെ മിക്കവാറും കൺസെപ്റ്റ് ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നമ്മളെ കയ്യിലുള്ള പൈസക്ക് ഒരു വണ്ടി കിട്ടുകയും ചെയ്യും, ബാക്കിയുള്ള ലോൺ ഇട്ടും തരുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻസ് അറേഞ്ച് ചെയ്ത് തരും എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ബെനിഫിറ്റ് ആണ് നമ്മളതിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന ഡീലർമാർ ചോദിക്കുന്ന വളരെ ഹൈ റേഞ്ച്, അത്രക്കും ഹൈ റേഞ്ച് കൊടുക്കാനുള്ള മുതലൊന്നും ഈ സാധനം എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. 2017 ആണേലും 18 ആണേലും 19 20 എല്ലാത്തിനും കാർബറേറ്റർ വണ്ടിക്ക് മാർക്കറ്റ് കൂടുതലാണ് എന്നുള്ള വെറുതെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് കസ്റ്റമറോട് അമിതമായിട്ട് പൈസ ഈടാക്കി വരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നമ്മളൊരു എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ അതിലൊന്നും പോയി പെടാതിരിക്കുക. നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമർ എടുത്തുവരൊക്കെ ശരിക്കും മാർക്കറ്റ് റേറ്റിൽ തന്നെ വണ്ടി വാങ്ങിച്ചു വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവർ എന്തെങ്കിലും അവിടെയൊക്കെ ഇപ്പോൾ ടാങ്കൊക്കെ ഉണ്ടല്ലേ, ടാങ്കൊക്കെ ശരിക്ക് ജസ്റ്റ് ഒരു ക്ലിയർ കോട്ടൊക്കെ അടിച്ച് അവിടെ ഒരു ടച്ച് ചെയ്ത് അങ്ങനത്തെ വണ്ടികൾ ഒഴിവാക്കുക കേട്ടോ. നിങ്ങൾ ഇതൊക്കെ കണ്ട ജെന്യൂൻ വണ്ടിയാണ്. ഇതിപ്പോൾ BS3 വണ്ടിയാണ്. ഇത് ജെന്യൂൻ ടാങ്കാണ്, ഒരു കുഴപ്പമൊന്നും മങ്ങിയിട്ടുണ്ട്, ക്ലിയർ ഒന്നും മങ്ങിയിട്ടുണ്ട്, അതേമാതിരി പെയിന്റ് ഒന്നും മങ്ങി, ഇതൊക്കെ പോളിഷ് എടുക്കാവുന്നുള്ളൂ. ഇവന്മാർ പോളിഷ് ചെയ്ത് വെറുതെ ഒരു ലോക്കൽ ക്ലിയർ കോട്ടൊക്കെ മുകളിൽ അടിച്ചു വെച്ച് ആളെ പേര് അട്രാക്റ്റീവായിട്ട് ഒരു വണ്ടി വിൽക്കുന്ന ഒരു പ്രവണത സ്വാഭാവികമായിട്ട് ആദ്യം ഉള്ളത് തന്നെയാണ്. പക്ഷെ ബുള്ളറ്റ് എന്നൊരു വാഹനത്തിന് നിങ്ങളൊരു നോർമൽ കസ്റ്റമർ കാരണം കയ്യിൽ നിന്ന് കസ്റ്റമർ ഡയറക്റ്റ് വണ്ടി വാങ്ങിക്കും, ഒരുപാട് പൈസ ലാഭം ഉണ്ടാവും. എന്നിട്ട് ലോക്കൽ ഫിനാൻസ് അറേഞ്ച് ചെയ്യുന്ന ഒരുപാട് ഡീലർമാരുണ്ട്, ഫിനാൻസ് അറേഞ്ച് ചെയ്ത് തരുന്നത്. അവരെടുത്ത് ഫിനാൻസ് അറേഞ്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വണ്ടി വാങ്ങിക്കുക. അത് ഏറ്റവും അധികം ലാഭം. 90-85 രൂപയ്ക്ക് വിൽക്കേണ്ട വില വണ്ടി 1.10 ഒക്കെയാണ് വണ്ടി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ ഒരിക്കലും പെടാതിരിക്കുക. പിന്നെ ഞാൻ എടുക്കുന്ന കാര്യം, സ്റ്റാൻഡേർഡ് എടുക്കുന്ന കാര്യങ്ങൾക്ക് സെൽഫ് സ്റ്റാർട്ട് ഡിസ്പ്ലേക്ക് ആഡ് ചെയ്യുക എന്നുള്ള ബെനിഫിറ്റ് പല വീട്ടിലും പറഞ്ഞ് നിങ്ങളെ വെറുതെ വെറുപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ വണ്ടി എടുക്കുമ്പോൾ, ഞാനിപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വണ്ടിയുടെ സൗണ്ടാണ്, കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എഞ്ചിൻ്റെ ഭാഗത്ത് യാതൊരു സൗണ്ട്, അമിതമായിട്ടൊരു സൗണ്ടും വരുന്നില്ല കേട്ടോ. എക്സോസിനോട് നോക്കാം കേട്ടോ. അപ്പം ഈ ഒരു വണ്ടി നമ്മളടുത്ത് വന്നതിൻ്റെ ഒരു ഇതും നിങ്ങളോട് പറയാനുണ്ട്. മാഗ്നറ്റ് താഴ്ത്തു കഴിഞ്ഞു. ഇത് ടാപ്പ് ആൻഡ് നോയ്സ് കിട്ടായിരുന്നു വണ്ടി വന്നിരുന്നത്. അവൻ കുറച്ച് ദൂരെ നിന്ന് വന്ന വണ്ടിയാണ്. അപ്പോൾ ടാപ്പ് ആൻഡ് നോയ്സ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വർഷോപ്പേരും ചെയ്യുന്നൊരു പ്രവണതയാണ്. ടാപ്പ് ആൻഡ് നോയ്സ് കാരണം 6,000, 7,000, 10,000, 15,000. ഇപ്പോൾ കഴിഞ്ഞ ഒരു കസ്റ്റമർ എന്നെ വിളിച്ച് പറഞ്ഞു, നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചു പറഞ്ഞു ടാപ്പ് ആൻഡ് നോയ്സിന് 15,000 വാങ്ങിച്ചു കസ്റ്റമേഴ്സ് വർക്ക്ഷോപ്പിൽ നിന്ന്. അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല. അത് ചെയ്തു വാങ്ങിക്കുന്നവരെ ഒരു എന്താ പൈസ നമുക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുന്നുള്ള പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറ്റിച്ച ആളുകളോട് പൈസ വാങ്ങിച്ചാലേ
അപ്പം ഞാൻ ഇതേമാതിരി ടൈപ്പർ നോയ്സ് എന്ന് പറഞ്ഞ വണ്ടി ഞാൻ ചെയ്തേക്കുന്ന വർക്ക്, ഇത് BS3 ആയിരുന്നു വണ്ടി. റോക്കർ ആം അയച്ചു, റോക്കർ കവർ അയച്ചു, ഒരു ടാപ്പറ്റ് ഫ്രീ ആണ്. ഒരു ടാപ്പറ്റ് ഫ്രീ ആണ്. ആ ടാപ്പറ്റ് ഫ്രീ ആണെങ്കിൽ ഉടനെ തന്നെ ടാപ്പറ്റ് അയച്ചിട്ട് ടാപ്പറ്റ് മാറ്റമല്ല ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ടാപ്പറ്റ് ഫ്രീ ആവാനുള്ള കാരണം ഒന്ന് ഓയിൽ പ്രഷർ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതിൻ്റെ ക്യാം ലൂസ് ഉണ്ടായിരുന്നു, ക്യാം കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തു. അതുമാതിരി തന്നെ ടാപ്പറ്റ് റോഡ്, ടാപ്പറ്റല്ല പിന്നെ ഓയിൽ പമ്പ് ഇട്ടു. ഓയിൽ പമ്പ് BS4ൻ്റെക്ക് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടു. BS4ൻ്റെ ഓയിൽ പമ്പ് ഇട്ടു. അതുമാതിരി തന്നെ BS4ൻ്റെ ഓയിൽ പമ്പ് ഇട്ടു. പിന്നെ ക്യാം ടൈറ്റ് ചെയ്തു, ഞാൻ ക്ലോസ് ചെയ്തു. അതുമാതിരി തന്നെ ഞാൻ ക്ലോസ് ചെയ്തു. അതിൽ ഓയിൽ ഒഴിച്ചു. ഓയിൽ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ടാപ്പറ്റ് ഫ്രീ ലോഡായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ടാപ്പറ്റ് ലോഡാണ് സമയത്ത് ഞാൻ ചെയ്തേക്കുന്ന ടാപ്പറ്റ് ലോഡാക്കുകയാണ് ചെയ്തത്. അതെങ്ങനെയാണെന്നുള്ളത്, ടാപ്പറ്റ് എങ്ങനെ ഫ്രീ ടാപ്പറ്റ് എങ്ങനെ ലോഡാക്കാം എന്നുള്ളത് ഞാൻ അടുത്ത വരും വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. കാരണം അത് നമ്മളൊരു ടെക്നിക്കൽ ഇതാണ്. അപ്പോൾ ടാപ്പറ്റ് ലോഡാക്കി ടാപ്പറ്റ് ഫ്രീ ആയി. ഇപ്പോൾ ഈ വണ്ടീൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇപ്പോൾ മുമ്പ് ഈ ഒരു വണ്ടി, ഇപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഒരു വണ്ടിയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് നോർമൽ സൗണ്ട്, ഒരു ബുള്ളറ്റിൻ്റെ നോർമൽ ആയിട്ടുള്ള സൗണ്ട്. പിന്നെ വേറൊരു വിഷയം കൂടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ ഹൈഡ്രോളിക് നോയ്സ്, പിന്നെ ക്യാമിൻ്റെ നോയ്സൊക്കെ സാധാരണഗതിയിൽ വണ്ടിക്ക് ഉണ്ടാവും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വർഷം കൊണ്ടുപോയിട്ട് അനങ്ങിയതിനൊരു ടാപ്പറ്റ് നോയ്സ് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ശബ്ദം ചെറിയ രീതിയിൽ വരുമ്പോഴേക്ക് ഇറിറ്റേറ്റീവായിട്ട് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കൊടുത്തിട്ട് വെറുതെ അമിതമായിട്ട് പൈസ ചിലവാക്കേണ്ട കാര്യമൊന്നും ബുള്ളറ്റിനുള്ള ടാപ്പറ്റ് ചെറിയ രീതിയിൽ ശബ്ദം ഇതിനുണ്ട്. നോർമൽ ചില വണ്ടികൾ സൈലൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് എൻ്റെ വണ്ടി സൈലൻ്റ് ഉള്ളവർക്ക് ഓടിപ്പോയിട്ട് വർക്ക്ഷോപ്പ് കൊണ്ട് എൻ്റെ വണ്ടി സൈലൻ്റ് ആക്കണം എന്ന് പറയേണ്ട കാര്യം. ഓവർ സൈലൻ്റ് ആക്കാതിരിക്കുക വണ്ടി. ഓവർ സൈലൻ്റ് ആയ എന്തെങ്കിലും ഇവർ വാൽവ് ഗൈഡ് അടിക്കും, വാൽവ് ഗൈഡ് ഓവർ ടൈറ്റ് ചെയ്യും, അങ്ങനെ എല്ലാ കാര്യം ടൈറ്റ് ചെയ്ത് വണ്ടി സൈലൻ്റ് ആക്കി തരുക. സൈലൻ്റ് ആയിക്കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആവും വണ്ടി. എല്ലാത്തിനും എക്സ്പാൻഷൻ എന്നുള്ളത്, മെറ്റൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ സംഗതി എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം വണ്ടി ഓടിക്കുക. ലോങ് ഓടണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ക്ലിയറൻസ് വെച്ചിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നിടത്ത് തൊട്ട് വണ്ടി. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ ഒരുപാട് നല്ല വർക്ക് എടുക്കുന്ന ഒരുപാട് വർക്ക്ഷോപ്പുകളുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ബുള്ളറ്റ് എടുത്തിട്ട് ഇന്ന് തന്നെ കൊണ്ടുപോയി എനിക്ക് ഇന്ന് തന്നെ റെഡിയാക്കി തരുന്നത് എവിടുന്നോ. തിരക്കുള്ള വർക്ക്ഷോപ്പുകളുണ്ടാവും, നല്ല വർക്ക് എടുക്കുന്ന നല്ല തിരക്കുള്ള വർക്ക്ഷോപ്പുകളുണ്ടാവും. അപ്പോൾ അവിടെ തിരക്കനുസരിച്ച് നിങ്ങൾ എനിക്ക് ഇന്ന് എൻ്റെ നാളെ തന്നെ എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ സമയം കൊടുക്കുക. ആർക്കാണ് അവരുടേതായ സമയം കൊടുക്കുക. സമയം കൊടുത്ത് ശ്രദ്ധിച്ചെടുക്കേണ്ട വർക്കുകൾ എടുത്താൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ആ വണ്ടി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ. തിരക്കൊന്നും കൂട്ടരുത്. ഞാൻ എൻ്റെ അടുത്ത് തന്നെ കസ്റ്റമർ പറയാം, എനിക്ക് തിരക്കിട്ട വർക്ക് ഇന്ന് തരണം, നാളെ തരണം. ഞാൻ സമയം വർക്ക് എടുത്തിട്ട് ഞാനങ്ങ് തരും. ചിലപ്പോൾ 1-2 ദിവസം വൈകി എന്നൊക്കെ വരും. എനിക്കതിന് സമയം തരണം എന്ന് പറയാം. അപ്പോൾ എല്ലാവരും നമ്മളൊരു സമയം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എഞ്ചിൻ്റെ നോയ്സ് എടുക്കുന്ന ആളുകൾ, ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. റോയൽ എൻഫീൽഡ് ശ്രദ്ധിക്കാനുള്ള എഞ്ചിൻ തന്നെയാണ്, മെയിനായിട്ട് എഞ്ചിൻ തന്നെയാണ്. നിങ്ങളൊന്നും ശ്രദ്ധിക്കാനുള്ള ഇതേപോലെ കൈയിട്ട് നോക്കുക. സൈലൻസിന്റെ കൈ കൊട്ടി വല്ല പുകയോ കാര്യങ്ങളോ കരി വന്ന് വരുന്നുണ്ടെങ്കിൽ സൈലൻസിന്റെ ഉള്ളിൽ പുകയോ അത് കരി എന്തെങ്കിലും കയ്യിലാവുന്നുണ്ടോ അതൊന്നും ശ്രദ്ധിക്കുക. വണ്ടി കയ്യിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ അതേമാതിരി ഈ ത്രോട്ടിൽ കൊടുത്തിട്ട് ഓവർ ത്രോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓവർ വിട്ട് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് എഞ്ചിൻ ഒന്ന് ഒരു നോക്കിംഗ് സൗണ്ട് വരുന്നതാണ്. ആ ഭാഗവും വണ്ടി ഏകദേശം എഞ്ചിന്റെ ക്രാങ്കിന്റെ ബെയറിംഗ് വീക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നോർമലായിട്ട് സ്റ്റാർട്ടിങ് കാണുന്ന കുറഞ്ഞ കയറ്റം വലിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഞ്ചിന്റെ ആ ഒരു നോക്കിംഗ് സൗണ്ട് ശരിക്കും കാണാവുന്നതാണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമേ കാർബറേറ്റർ വണ്ടിക്ക് ശ്രദ്ധിക്കാവുള്ളൂ. എഞ്ചിൻ ഫിറ്റ് ആണെങ്കിലും ഷാസി ബെൽറ്റ് ഉണ്ടെങ്കിലും. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് കാര്യം പറഞ്ഞ ഒരിക്കലും പറയാണ്. ഈ ഒരു ഭാഗം നല്ലോണം ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് എന്തെങ്കിലും അണീവനായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ, ഇവിടെ എന്തെങ്കിലും കുട്ടിയിട്ട അടയാളങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബെൻഡായിട്ടോ, ഇത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഇവിടെ നിന്നിട്ടുള്ള ആ ഒരു അളവൊക്കെ ഒരു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവിടെ സ്ട്രൈറ്റ് അല്ല, എവിടെയെങ്കിലും അണീവനായിട്ട് അടിച്ച പാടുകളോ വെൽഡ് ചെയ്ത പാടുകളോ പെയിന്റ് ചെയ്ത പാടുകളോ എന്തുണ്ടെങ്കിൽ ആ വണ്ടി ഒഴിവാക്കുക കേട്ടോ, കഴിയുന്നതും. പിന്നെ ഇവിടെ ഒരു ക്രാക്കാണ്, സൈഡ് സ്റ്റാൻഡിൽ തിരിക്കുന്ന വണ്ടി ഇവിടെ ക്രാക്ക് ഉണ്ടാവാറുണ്ട്. ആ ക്രാക്കും ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എഞ്ചിൻ്റെ കാര്യം, ഈ ഒരു പിന്നെ ചേസ് ബെൻഡുള്ള കാര്യം നിർത്തി കഴിഞ്ഞ് എടുക്കരുതെന്ന് പറയാൻ കാരണം, പിന്നെ മിക്കവാറും ചേസ് ബെൻഡാക്കി ചൂടാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടാക്കി നിർത്തുമ്പം പിന്നെ ഇവർ ടെമ്പർ ചെയ്യില്ല. മിക്കവാറും 90% ഇൻഡസ്ട്രിയിൽ ടെമ്പർ ചെയ്യില്ല. അത് ചൂടാക്കി നിർത്തിയിട്ടും കൊടുക്കും. അത് ടെമ്പർ ചെയ്തെടുത്താണോ, ടെമ്പർ ചെയ്തല്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ടെമ്പർ ചെയ്തെടുത്താണെങ്കിൽ ഓക്കെ, കുഴപ്പമുണ്ടാവില്ല. ചെറിയ ഒരു സ്കൂട്ടറിന് പേടിച്ചാൽ മതി, രണ്ടാമത് ചേസ് അതേമാതിരി ബെൻഡാവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചേസ് ബെൻഡുള്ള കഴിഞ്ഞ ഒഴിവാക്കുന്ന അത്രയൊക്കെ പ്രൈസ് കുറച്ച് തരികയാണ് മാത്രം എടുത്തോളൂ കേട്ടോ. അപ്പോൾ കോസ്മെറ്റിക് വൈസ് പെയിന്റ് കാര്യങ്ങളൊക്കെ റീപെയിന്റ് ചെയ്ത് കുളിപ്പിച്ച വണ്ടിയാണ്, അതൊന്നും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ആക്സിഡന്റിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ടാണ് അവർ കുളിപ്പിച്ച് വെച്ചേക്കാൻ നോക്കുക.
കഴിയുന്ന റോ ആയിട്ടുള്ള വണ്ടികൾ, കുറച്ചൊരു വൃത്തി കുറവാണെങ്കിലും പെയിന്റ് കുറച്ച് മങ്ങിയതാണെങ്കിലും ഓവറായിട്ട് ഗ്ലേസ് ചെയ്ത് നിൽക്കുന്ന വണ്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓവറായിട്ട് ഗ്ലേസ് ചെയ്ത് പ്രവർത്തിച്ച വണ്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റിലോ അല്ലെങ്കിൽ പെയിന്റൊക്കെ മങ്ങി തുരുമ്പൊക്കെ പൊടിച്ചിട്ട് പെയിന്റ് അടിച്ച് വെച്ച ചേസ് എഞ്ചിനൊക്കെ പെയിന്റ് അടിച്ച് വെച്ച വണ്ടികൾ, അതേപോലെ ബീച്ച് ഏരിയയിൽ പോയിട്ട് ആ ഒരു പിന്നെ ബീച്ച് ഏരിയകളിലുള്ള വണ്ടികൾ കഴിയുന്ന ഒഴിവാക്കുക. വണ്ടികൾ തുരുമ്പ് കാര്യം നല്ലോണം, പക്ഷെ അങ്ങനത്തെ വണ്ടികൾ എടുക്കുന്ന കുഴപ്പമുണ്ടാവില്ല. ആ ഒരു നമുക്ക് വരുന്ന എക്സ്ട്രാ ഒരു എക്സ്പെൻസ് അതും കൂടെ കുറച്ചിന് വണ്ടി എടുക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം എടുക്കുക. കഴിയുന്നതും പെയിന്റ് അടിച്ച് അവിടെ ഇരുന്ന് പെയിന്റ് അടിച്ച് ടച്ച് ചെയ്ത് കുളിപ്പിച്ച വണ്ടികൾ ഒഴിവാക്കുമായിരിക്കും എൻ്റെ അഭിപ്രായം നന്നാവുക. അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യമൊന്നും കമൻറ്റ് ചെയ്യുക. വിളിക്കുന്ന ആളുകൾ പരമാവധി നമുക്ക് വൈകുന്നേരം 7 മണിൻ്റെ 9 ഇടയിൽ വിളിക്കാൻ നോക്കുക. പിന്നെ അത് പറ്റാത്ത ആളുകൾ പിന്നെ വാട്സപ്പ് ചെയ്യുക. കഴിയുന്ന പകൽ സമയങ്ങളിൽ വലിയ ഒഴിവാക്കട്ടെ. കാരണം ഞാൻ വർക്ക് എടുക്കുന്ന ആളാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ചില സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാനല്ല വാട്സപ്പ് നോക്കാനും കഴിഞ്ഞോളം ഒന്നുമില്ല. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.